അപ്പോൾ ഗൈസ് നമ്മൾ നേരെ എൻ്റെ വീട്ടിൽ നിന്ന് നിൽക്കുന്ന ഒരു 3-4 കിലോമീറ്റർ മാറി കരുഞ്ഞിമല എന്നൊരു സ്ഥലം. അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ് നമ്മളിപ്പോൾ. ഇവിടുന്ന് ഞാൻ ഏതാണ്ട് ഒരു വട്ടം എങ്ങാണ്ടേ പോയിട്ടുള്ളൂ. ഇപ്പൊ കുറേ ആയി പോയിട്ട്. ഇപ്പോൾ നമ്മുടെ ഇതുവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ മെയിൻ ഒരു വൈകുന്നേരം ഞാൻ രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ് മഞ്ഞ് കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. പക്ഷേ പറ്റിയില്ല. ഞാൻ രാവിലെ എണീച്ചില്ല. ഇന്നലെ ലൈവ് ചെയ്തിട്ട് വന്നപ്പോഴത്തേനും നല്ലപോലെ ലേറ്റായി. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ. വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ വെയിലുണ്ട്, പക്ഷെ ചൂടില്ല. നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആണെന്നുള്ള കാര്യം എനിക്ക് വലിയ വ്യക്തതയില്ല. കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് അടുത്തുള്ള ഇതിലേക്ക് പോകാൻ തന്നെ കാരണം ഫസ്റ്റ് നമ്മുടെ ഈ സെറ്റപ്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വേൾഡ് കപ്പിന്റെ സമയത്ത് ഒരു മെസ്സിന്റെ ഒരു വലിയ കട്ടൗട്ട് വെച്ച സ്ഥലം. അത് ഈ പാലമാണ്. അതിൽ അതാണ്ട് ആ ചെറിയൊരു ഇത് കിടക്കുന്നുണ്ട് അവിടെ. ഫ്രണ്ട് വീട് നല്ല കുറവുണ്ട്. അതുകൊണ്ടിപ്പോ അയൽമാരൊക്കെ വളർത്തി ഭയങ്കര കോൺഫിഡൻസ് ലെവൽ വരും. ഓ കുഴി. ഓ ഐ തിങ്ക് അപ്പോൾ നമ്മൾ വണ്ടി അവിടെ വെച്ചു. വണ്ടി ബാക്കിൽ കാണാം. വണ്ടി അവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്വല്പമല്ല നല്ല കയറ്റമുണ്ട്. നേരെ കുത്തനെ ഒരു കയറ്റം കയറി വേണം പോകാൻ. ഞാനാദ്യം വിചാരിച്ചത് ഇതൊരു ബൈക്ക് കയറ്റാമെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് തിരിച്ചിറങ്ങി പോകേണ്ടത് ഭയങ്കര റിസ്ക് ആയിരിക്കും. വെറുതെ ബൈക്ക് കയറ്റി ഇതോടെ ആരോ ബൈക്ക് കയറ്റിയിട്ടുണ്ട്. വണ്ടി കയറിയിട്ടുണ്ട് ഇവിടെ. കുറേ ഇടത്ത് വണ്ടിയുടെ വീല് സ്കിഡായതിൻ്റെ പാടൊക്കെ ഉണ്ട്.
വെറുതെ എന്തിനാ വയ്യാവേലി വിളിച്ച് കയറ്റുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പണിക്ക് എനിക്കകത്തത്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ അടപ്പളകി. അങ്ങനെ കൊള്ളാം, നല്ല ലൈറ്റിങ്. കറക്റ്റ് വഴിയാണെന്നറിയില്ല, നടന്നു തുടങ്ങി. ഗൂഗിൾ മാപ്പ് കാണിച്ച് ഈ വഴി കയറി പോകാൻ. വണ്ടി കയറും കേട്ടോ, പക്ഷേ ഒരു ഡൗട്ട്, വണ്ടി തിരിച്ചിറങ്ങുമെന്നുള്ളത്. കാരണം അവിടെ നമ്മൾ കയറി വന്ന ഭാഗം ആ ഒരു കുത്തുകയറ്റ, ബൈക്കൊക്കെ തിരിച്ചിറങ്ങി പോകുമ്പോൾ ചിലപ്പോൾ ബ്രേക്ക് പിടിച്ചാലും നിൽക്കണമെന്നില്ല. ഓ, ഇവിടെ എനിക്കൊന്ന് ജീപ്പ് അങ്ങനത്തെ വണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ വീലൊക്കെ ഉള്ള പാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇതുവഴിയൊക്കെ വഴി കാണുന്നുണ്ട്. ബട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കപ്പിൾസ് നമ്മളെ ക്രോസ് ചെയ്ത് പോയിരുന്നു. അവർ പോയത് ഈ വഴിക്കാണ്. ക്ഷമിക്കണം കേട്ടോ, ഈ അണപ്പ് വേറൊന്നുമല്ല, കുത്തനെ കയറ്റം ആണിത്. ഇവിടെ ഇപ്പോൾ കുറച്ച് നിരപ്പായിട്ടുള്ള പ്ലേസ്, പക്ഷേ ആ തുടക്കത്തിലുണ്ടായിരുന്ന കയറ്റം ശരിക്കും എന്നെ വലിപ്പിച്ച്. ഇതൊരു ഷോർട്ട് വീഡിയോ. ഏതൊരു കാടിൻ്റെ അവിടെ എത്തി. എങ്ങോട്ട് പോകണം? ഇങ്ങനെ ആരൊക്കെ നടന്നു പോയ പാത്തുകളുണ്ട്, അതുകൊണ്ട് പിന്നെ വഴി കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമില്ല. ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എവിടെയുമായിട്ടൊരു നരിമടയുള്ള കാര്യമാണ്. യെസ്, ഇവിടെ ആണെന്ന് തോന്നുന്നു. ദാറ്റ് വൺ നരിമട. അത് കാണാനാണ് ഞാൻ മെയിൻലി വന്നത്. അല്ല ഗൈസ്, ഇവിടെ നരിയില്ല, ഒരു മടയില്ല, വേറൊന്നുമില്ല. വഴി തെറ്റി അങ്ങോട്ട് പോകണമെന്ന് വലിയ പിടിയുമില്ല. പിന്നെ 10-15 മിനിറ്റായിട്ട് ഞാൻ ഇതിനകത്തൂടെ തേരാപ്പാര നടക്കുകയാണ്. ആ ഐഡിയ ആരൊക്കെ നടന്നതുപോലെ തോന്നുന്ന പാത്തുകളിലൂടെ നമ്മൾ കയറി പോവുക. എൻ്റെ പോവും ആരൊക്കെ സംസാരിക്കുന്ന കേൾക്കാം, ബട്ട് നോ ഐഡിയ എവിടെയാണ് ആൾക്കാരെന്ന്. ഇങ്ങനെ ഇല മാറിക്കിടക്കുന്ന ആൾക്കാർ നടന്നു എന്ന് തോന്നുന്ന പാത്തിൽ കൂടെ നേരെ കയറി അങ്ങ് പോവുക. ഇവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ വലിയ ഇഷ്യൂസ് ഇല്ല. വഴി കണ്ടുപിടിക്കുക, ആൾക്കാർ നടന്നു പോയതിൻ്റെ അടയാളങ്ങൾ ഉണ്ട്. ബട്ട് ഇതിൻ്റെ അകത്തൊക്കെ വല്ല പാമ്പും കിടന്നാൽ പോലും ഞാൻ അറിയാൻ പോകുന്നില്ല. ഓക്കെ, നമ്മൾ തെറ്റിപ്പോയെങ്കിലും ഒരു വഴിയിലോട്ടെത്തി. ഇതായിരുന്നു കറക്റ്റ് വഴി. എനിക്ക് തോന്നുന്നു അത് NITയുടെ ക്രെയിനാണെന്ന് തോന്നുന്നു. NIT കട്ടാങ്കല സൈഡാണെന്ന് തോന്നുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ കണ്ടിരുന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടുകാർ കാണിക്കാനുള്ള അലമ്പുപരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മരത്തിൻ്റെ അവിടെ ആയിട്ട് മരത്തെ മൊത്തം കുപ്പി തൂക്കിയിട്ടൊക്കെ, പ്ലാസ്റ്റിക് കുപ്പി. നല്ലൊരു സ്ഥലം. എങ്ങനെയൊക്കെ വെടക്കാക്കാമെന്ന് നമ്മുടെ നാട്ടുകാർ ചോദിച്ചാൽ മതി. ഈ പുല്ലിൻ്റെ ഇടയ്ക്കൊക്കെ എന്തൊക്കെ ജീവികളുണ്ട്. ഞാൻ നടന്നു പോകുമ്പോൾ ഇങ്ങനെ അനങ്ങുന്നത് കാണുന്നുണ്ട്. പക്ഷെ എന്താ സാധനം എന്നറിയില്ല, പാമ്പാണോ ആരണയാണോ എന്താ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഓ, താഴെയായിട്ട് ഞാൻ കേട്ട ശബ്ദം ഇവിടെ നിന്നല്ല കേട്ടോ,
താഴെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഈ മലയിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ വന്ന ടൈമിൽ ഇവിടെ ഒരു 2-3 പേരുണ്ടായിരുന്നു. അവർ ഇറങ്ങിപ്പോയി ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും. എങ്ങനെയാണ് അവർ ഇത്ര അറിയുന്നത്? ഇവിടെ ഒന്നും നല്ല ചൂടില്ല, വെയിലുണ്ട്, അതുകൊണ്ട് നല്ലപോലെ വേർക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ നല്ല പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ എവിടെയോ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മിന്നൽക്കുള്ള പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് നോക്ക്, ഇവിടെ വന്ന ആൾക്കാർ വേസ്റ്റും കാര്യങ്ങളൊക്കെ തട്ടിയിട്ടിട്ട് ഇവിടെ മൊത്തം അഴുക്കാക്കിയിട്ടുണ്ട്. നോക്ക്, ഫുൾ വേസ്റ്റ് ഇട്ട് നശിപ്പിച്ചേക്കുക സ്ഥലം. അങ്ങോട്ട് താഴോട്ട് മൊത്തം വേസ്റ്റ് ഇട്ട് നശിപ്പിച്ച ആൾക്കാർ. പരമാവധി നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ചാൽ വേസ്റ്റ് ഉണ്ടാക്കുന്ന ടൈപ്പ് സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരുത്. ഇനി കൊണ്ടുവന്നാൽ തന്നെ ഒരു കവർ കെട്ടി തിരിച്ചു കൊണ്ടുപോവുക. ഞാൻ കുറേ നേരമായിട്ട് ഈ ചെറിയ സ്ഥലത്ത് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കളിക്കുക. വഴി മനസ്സിലാവുന്നില്ല. അതിൻ്റെ അകത്തുള്ള പാമ്പ് ഉണ്ടോ ഇവിടെയൊക്കെ കമ്പ് ഏതാണ്ട് വെട്ടി. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. ആ ഭാഗത്തായിട്ടാണ് കാണുന്നത് വയനാട് മലനിരയാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നാലും അത് കാണാം. പക്ഷേ ഇങ്ങനെ ഇത്രയും വൈഡ് വ്യൂവിൽ കാണാനൊരു രക്ഷയില്ല. അടിപൊളി സാധനം. ഇങ്ങോട്ടേക്ക് ആ മലനിരകൾ അങ്ങനെ നമ്മളെ ഒരു ഷേപ്പിൽ നമ്മളെ കവർ ചെയ്യുന്നുണ്ട്. സമയമൊക്കെ ആയപ്പോഴത്തെ നല്ല കാറ്റ്. അതായത് ചൂട് മൊത്തം തണുപ്പിക്കുന്ന പോലെ നല്ല അടിപൊളി കാറ്റടിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. ഇപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ മരം. ആൾക്കാർ മരത്തെ കൊണ്ട് കുപ്പിയെല്ലാം തൂക്കിയിട്ട് വേസ്റ്റ് കൊണ്ടിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഏകദേശം ആ ഒരു സൈഡായിട്ടാണ് ഗുഹ കാണിക്കുന്നത്. ഏതായാലും ഒന്ന് പോയി നോക്കാം. ശരിക്കും പാതാളത്തിൽ വേടൻ്റെ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നുണ്ട്. താഴെ എവിടെയോ എന്തോ പരിപാടിയുണ്ട്. ഈ കല്ല് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അത് നന്നായി. ഇവിടെ ഇപ്പോൾ നമുക്ക് മാത്രമല്ല, വന്നവരെ ഞാൻ കണ്ട് സംസാരിച്ചവരെല്ലാം പറഞ്ഞത് എല്ലാവർക്കും വഴി തെറ്റിയെന്നാണ്. അയ്യോ, ഇനി നിൽക്കാതെ ഞാൻ വീണ് എൻ്റെ പിന്നാമ്പറമെല്ലാം ഒത്തിരി കണ്ട മൈതാനം പോലെയാവും. ഇവിടെയൊക്കെ എനിക്കൊന്ന് വണ്ടി കയറാനായിട്ടാണോ എന്തിനു വേണ്ടിയിട്ട് നിരപ്പ് ഒരു വഴി പോലെ ആക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും സാധാ വണ്ടിയൊന്നും കയറി വരുമെന്ന് തോന്നുന്നില്ല. ഇത് JCB വെച്ച് വഴി വെട്ടിയിട്ടുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നില്ല സാധാ ജീപ്പ് അങ്ങനെ കയറി വരുമെന്ന് തോന്നുന്നില്ല ഇത്. കാരണം ഇളകിയ മണ്ണാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഒരു ഓട്ടം മിക്കാറും പോകും. ഇനി ഒരു ഓട്ടം ഓടാൻ പോവാണ്. വീഴോ ഇല്ലയോ എന്ന് ഇപ്പോൾ അറിയാമോ. നമ്മൾ ആ നരിമട കണ്ടുപിടിച്ച് ഇതിനകത്ത് എന്തുണ്ട് ഏതുണ്ടെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അത്യാവശ്യം
നല്ലൊരു പേടിപ്പിക്കുന്ന ഒരു ഫിഗർ കേട്ടോ. അതായത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അത്ര പേടിയില്ല, പക്ഷെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പയ്യെ പയ്യെ നടന്നു പോകും. ഞാൻ ഏകദേശം ആ ഒരു എഡ്ജ് വരെ പോയുള്ളൂ. അകത്തോട്ട് വെറുതെ പോയി വല്ല കാട്ടുപന്നിയോ നരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കണ്ടേ. പക്ഷേ ഇതുണ്ടോ, ഫുൾ വേസ്റ്റ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെയായിട്ട് അയയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ആരോ. എനിക്കൊന്നുകൂടെ പണിക്ക് ഇരുന്ന ഏട്ടന്മാർ റെസ്റ്റ് എടുക്കുന്നത് ഇതിൻ്റെ അകത്താൻ തോന്നും. നല്ലൊരു സ്ഥലം കാണാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാൽ ചില്ലടിക്കാം. നല്ല അടിപൊളി പ്ലേസാണ്. അതായത് ഏകദേശം ഒരു 4-4:30 ആ ടൈമൊക്കെ വരുമ്പോഴത്തേനും വെയിലിൻ്റെ പവറും കുറയും. അത്യാവശ്യം നല്ല കാറ്റുണ്ടാവും. നമ്മളിപ്പോൾ ചെന്ന് അവിടെ നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന ചില എന്താ പറയുക ബിറോളുകൾ സെറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ അത്യാവശ്യം നല്ല കാറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഈ കയറ്റം കയറി വന്ന് നമ്മുടെ ശരീരമൊക്കെ വേർത്തിരിക്കുന്ന ശരീരത്തോട്ട് ആ കാറ്റടിക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. അയ്യോ, ഇവിടെ ഒന്നും കാറ്റുമില്ല, ഒന്നുമില്ല. അയ്യോ, ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സാംസങ് S23-ലാണ്. ഇതാണ് എൻ്റെ പ്രൈമറി ഡിവൈസായിട്ട് റെക്കോർഡിങ്ങിനും കാര്യങ്ങൾക്കും എല്ലാം യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. പിന്നെ എഡിറ്റിങ് കാര്യങ്ങൾ PC-യിൽ. ഞാൻ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് വ്ളോഗ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇതിനു മുമ്പ് ഞാൻ 2-3 ട്രിപ്പ് പോയപ്പം ജസ്റ്റ് വ്ളോഗ് ചെയ്ത് വെച്ചിരുന്നു. ചുമ്മാ രസത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടാകും കാര്യങ്ങൾ. പിന്നെ ഈ ഫോണെടുത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു നാണക്കേട്, ഒരു ചമ്മൽ ഫീലൊക്കെ കുറയ്ക്കാനായിട്ട് അതിനും കൂടെ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു വെച്ചിരുന്നു. അതാണ് നമ്മൾ ആദ്യം ഈ ഷൂട്ട് ചെയ്ത നമ്മുടെ എന്താ പറയുക കൈ കഴിക്കുന്നത്. താത്തി ഈ ആംഗിളിൽ പിടിച്ചത്. മൂന്നാർ ട്രിപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. അത് യൂട്യൂബിൽ ഇടണമെന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്തതല്ല. അത് ഷൂട്ട് ചെയ്തതിലൊരു എന്താ പറയുക 30% നമ്മൾ ഇട്ടിട്ടുള്ളൂ. അത് പ്രോപ്പർ ഓർഡറൊന്നുമല്ലായിരുന്നു. അതായത് നമ്മൾ പോയ സ്ഥലങ്ങളുടെ പല ക്ലിപ്പുകളും ഞാൻ ചേർത്തില്ല. പലതും ചേർക്കാനായിട്ട് വിട്ടുപോയി. കുറേ കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും അതിൻ്റെ അകത്ത് നമ്മൾ കുറേ സ്ഥലത്ത് ഞാൻ എടുത്തിട്ടില്ല. അതേപോലെ തന്നെ കുറേ ഫുട്ടേജുകൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. നമ്മൾ ആ 2 വീഡിയോ ഇട്ടപ്പോഴത്തേനും അത്യാവശ്യം നമ്മുടെ ചാനലൊന്ന് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. തീർന്നിട നമ്മുടെ വണ്ടിയും ഹെൽമറ്റും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യെ വണ്ടിയെടുത്ത് പോവാം.